വീണ്ടും ചർച്ച തുടരുകയാണ്. ഞാൻ റജിയിൽ നിന്നും ഒരൊറ്റ ചോദ്യത്തിനുള്ള മറുപടി കൂടി തേടിയതിനു ശേഷം അഡ്വക്കേറ്റ് അനിൽ ബോസിലേക്കും PR ശിവശങ്കറിലേക്കും വരാം. റജി, ED അന്വേഷിക്കേണ്ടതില്ല ലൈഫ് മിഷനിലെ ക്രമക്കേടുകൾ, വിജിലൻസ് മാത്രം അന്വേഷിച്ചാൽ മതി, ED അന്വേഷിച്ചാൽ തടയും എന്ന കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? അല്ല, ED അന്വേഷിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെയോ EDയുടെ അന്വേഷണ പരിധിയോ ഒന്നും ഇവിടെ ആരും ഒരു സർക്കാരോ ഒരു പാർട്ടിയോ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ ED അനാവശ്യമായ രീതിയിൽ കേരളത്തിന്റെ വികസനത്തെയും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തെ കൈയെടുത്തതിനുള്ള അധികാര ദുർവിനിയോഗത്തെ ചോദ്യം ചെയ്യും. കാരണം ഇത് സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ്. എല്ലാ സ്വാതന്ത്ര്യമുള്ള സംസ്ഥാനത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിക്കുന്ന ഒരു ഫെഡറൽ സംവിധാനമാണ്. അതുകൊണ്ട് നേരത്തെ നിങ്ങൾ വ്യാഖ്യാനിച്ച പോലെ സ്വതന്ത്ര രാഷ്ട്രമാണ് കേരളം എന്നുള്ള വ്യാഖ്യാനത്തിലേക്കൊന്നും അർത്ഥമില്ല. കാരണം അതൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഇപ്പൊ ഭയപ്പെട്ടോടുകൂടി ഇന്ത്യൻ ജനതയാണ് കേന്ദ്ര സർക്കാരിനെ വീക്ഷിക്കുന്നത്. അതായത് ഫെഡറൽ സ്വഭാവം തകർക്കാൻ ശ്രമിച്ചാൽ ഇടപെടും. ഫെഡറൽ സ്വഭാവം അത് ഇന്ത്യ 150 വർഷത്തെ ഫൈറ്റിലൂടെ സമരത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ വിലങ്ങു വെക്കാൻ ഉള്ള ശ്രമം നടത്തിയാൽ കേരളത്തിലെ പൊതുസമൂഹം നേരിടും. പൊതുസമൂഹമല്ല, സർക്കാർ നേരിടും എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ ശ്രീ PR ശിവശങ്കർ ഇപ്പോൾ CPM നൽകിയിട്ടുള്ളത്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ, അവരുടെ അന്വേഷണത്തിനെതിരെ രാഷ്ട്രീയമായി സംഘടിക്കാൻ, രാഷ്ട്രീയമായി പ്രക്ഷോഭം നയിക്കാൻ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ തീരുമാനം അറിയിച്ചിരിക്കുന്നു. ഇടതു മുന്നണി ചർച്ച ചെയ്തതിനു ശേഷം അത് പ്രഖ്യാപിക്കുകയും ചെയ്യും. ശ്രീ PR ശിവശങ്കർ, റജി ലൂക്കോസ് കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റുള്ള സുഹൃത്തുക്കളും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈഫ് മിഷൻ്റെ അഴിമതിയുടെ സ്വഭാവം ഏറ്റവും ചെറിയ രീതിയിൽ ഞാൻ വിവരിക്കാം. അപ്പോൾ മനസ്സിലാവും ഇത് ആരാണ് അന്വേഷിക്കേണ്ടത്, എങ്ങനെയാണ് അന്വേഷിക്കേണ്ടതെന്ന്. ഇതിൻ്റെ ആദ്യമേ തന്നെ ഈ സംസ്ഥാന സർക്കാർ നടത്തിയ ഒരു തട്ടിപ്പിൻ്റെ വിവരത മനസ്സിലാക്കണം. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് തട്ടിപ്പ് നമ്മൾ മനസ്സിലാക്കണം. ഇത് സംസ്ഥാന സർക്കാർ ഇതുവരെ പറഞ്ഞിരുന്നതും റജി അടക്കമുള്ള ആളുകൾ ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തതും 55,000 സ്ക്വയർ ഫീറ്റാണ് ഇവിടെ ലൈഫ് മിഷന് വേണ്ടി യൂണിടാക് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എന്നാണ്. 55,000 സ്ക്വയർ ഫീറ്റ് 140 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഫ്ലാറ്റുകളാണ് എന്നും അവർ വളരെ അസന്നിഗ്ധമായി കോടതിയിൽ കൊടുത്ത അവരുടെ അഫിഡവിറ്റിലും അത് തന്നെയാണ് പറയുന്നത്. ഒരു സാമാന്യ ബുദ്ധി അനുസരിച്ച് നമ്മളുടെ മുന്നിലെല്ലാം റജി ഏതായാലും സൂമാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ആ കമ്പ്യൂട്ടറിലോ കാൽക്കുലേറ്ററിലോ ഈ 55,000 ഡിവൈഡഡ് ബൈ 140 എന്നൊന്ന് അടിച്ചു നോക്കൂ. എനിക്കൊക്കെ കിട്ടുന്നത് 392.48 എന്നാണ്. അപ്പോൾ അവിടെ സ്ക്വയർ ഫീറ്റിൽ തട്ടിപ്പ് 500 സ്ക്വയർ ഫീറ്റ് തരാമെന്ന് പറയുന്നു. 392 സ്ക്വയർ ഫീറ്റേ പണിയുന്നുള്ളൂ. 55,000 പണിതാൽ അവിടെ ആകെ സൂപ്പർ ബിൽറ്റ് ഏരിയ 392 കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ സ്ക്വയർ ഫീറ്റിൽ കൺസ്ട്രക്ഷനിൽ ആദ്യത്തെ തട്ടിപ്പ്. ഒപ്പിട്ടതിൽ തട്ടിപ്പ് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ഒരൊറ്റ ദിവസം ഫയൽ വരുന്നു. ആ ഫയൽ അന്ന് തന്നെ വൈകുന്നേരം ഒപ്പിടണമെന്ന് സാക്ഷാൽ ശിവശങ്കരൻ, PR ശിവശങ്കരൻ അല്ല കേട്ടോ, ശിവശങ്കരൻ ഒപ്പിടാൻ നിർബന്ധിക്കുന്നു. UV ജോസ് പേടിച്ചൊപ്പിടുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല UV ജോസും ഈ ശിവശങ്കരനും ഇപ്പോൾ ഇത് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ള നമ്മളുടെ EDയുടെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ള CM രവീന്ദ്രനൊന്നും ആദ്യമായിട്ട് കാണുന്നതാണെന്നും പേടിച്ചൊപ്പിടണമെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ ടൂറിസം മന്ത്രിയായിരുന്നപ്പോൾ ഇദ്ദേഹമായിരുന്നു ടൂറിസം സെക്രട്ടറി. ഇദ്ദേഹമായിരുന്നു അന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. UV ജോസും അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ വളരെ വർഷങ്ങളായിട്ടുള്ള തട്ടിപ്പിൻ്റെ എക്സ്പീരിയൻസും പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ UV ജോസ് എന്തായാലും പേടിച്ചൊപ്പിടുന്നു എന്ന് അദ്ദേഹം മൊഴിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒപ്പിടുന്നതിൽ തട്ടിപ്പുണ്ട്. പിന്നെ തിരഞ്ഞെടുത്തത് യൂണിടാക്കിനെ തിരഞ്ഞെടുത്തതിൽ തട്ടിപ്പുണ്ട്. ആർക്കിടെക്ട് ശങ്കറിൻ്റെ ഡിസൈനും അതൊക്കെയായിരുന്നു. അപ്പോൾ അത് മാറ്റി യൂണിടാക്കിനെ തിരഞ്ഞെടുത്തതിൽ തട്ടിപ്പുണ്ട്. ആർക്കിടെക്ട് ശങ്കറിനെ മാറ്റിയതിൽ തട്ടിപ്പുണ്ട്. കാരണം ഇത് പ്രീ ഫാബ്രിക്കേഷൻ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് പ്രീ ഫാബ്രിക്കേഷൻ ഡിസൈനാണ് വന്നത്? സാധാരണ ജനങ്ങൾ ചെയ്യുന്ന പോലെ കല്ല് കെട്ടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിലും ഒരു തട്ടിപ്പുണ്ട്. അതിൻ്റെ ലോ ടെസ്റ്റ് നടത്തിയതിൽ തട്ടിപ്പുണ്ട് എന്ന് ഞങ്ങൾ ആരോപിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ കൺസ്ട്രക്ഷനിൽ ലോ ടെസ്റ്റ് നടത്തിയിട്ടില്ല. അത്തരത്തിലുള്ള തട്ടിപ്പുണ്ട്. പിന്നെ നിർമ്മാണത്തിൽ തട്ടിപ്പുണ്ട്. ഇതുപോലെ എല്ലാ കാര്യത്തിലും തട്ടിപ്പിന്റെ ഒരു പരമ്പര തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇപ്പൊ ഹൈദരാബാദ് അല്ല, എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഉദ്യോഗസ്ഥൻ വെറുതെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അത്ര പാവപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭീഷണി മുമ്പിൽ വഴങ്ങുവാണെങ്കിൽ അദ്ദേഹത്തിന് വേറെ പല വഴികളും. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പല കാര്യങ്ങളിലും അന്നേ സംശയമുണ്ട്.
അതെ അതെ, അത് IAS കാരണം കുറച്ചും കൂടെ മാന്യത കാണിച്ചിട്ടുണ്ടാവാം. കുറച്ചും കൂടി രാഷ്ട്രീയക്കാരനാണല്ലോ CM രവീന്ദ്രൻ. പിന്നെ CN രവീന്ദ്രന് കുറേം കൂടെ ഭയക്കാനുമുണ്ട് കേട്ടോ. യു ജോസിനെ പോലെയൊന്നുമല്ല, ഒരുപാട് ഭയക്കാനുണ്ട് CM രവീന്ദ്രനെ. കാരണം തിരുവനന്തപുരത്തൊക്കെ ചില പഞ്ചനക്ഷത്ര വീടുകളൊക്കെ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ പുറകെയും വരും. അപ്പൊ ഇനിയിപ്പോൾ പുതിയ ഗുളികകൾ, ക്യാപ്സൂൾ എന്ന് പറയാൻ പാടില്ല. ഇന്നലെ ഞങ്ങളൊരു ചർച്ചയിൽ ക്യാപ്സൂൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സഹ ഡിബേറ്റർ വല്ലാണ്ട് വിഷമിക്കുന്നത് കണ്ടു. അപ്പോൾ ഗുളികകൾക്ക് പല ക്ഷാമങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഞാൻ അതും പറയുന്നില്ല. ഇവിടെ തർക്കം അതല്ല. അപ്പോൾ അന്വേഷിച്ച ഒരു കേസിലെ മാത്രം പ്രശ്നമാണ്. ഇപ്പോൾ ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിക്കും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഓർഡർ നൽകിയിരുന്നു. ഇത് തികച്ചും സ്വപ്ന പദ്ധതിയാണ്. സ്വപ്നയ്ക്ക് പണമുണ്ടാക്കാനുള്ള പദ്ധതിയാണ്. ആ പണം മുഴുവൻ ശിവശങ്കരൻ അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അത് ശിവശങ്കരൻ മാത്രമാണോ, ശ്രീ M ശിവശങ്കരൻ മാത്രമാണോ, CM രവീന്ദ്രനുണ്ടോ, അതിൻ്റെ പുറകെ വാല് പോലെ കുറേ ആളുകളുണ്ടോ എന്ന് മാത്രമേ തർക്കമുള്ളൂ. ഇതെല്ലാം അവരുടെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ വളരെ കൃത്യമായി ഡേറ്റും ടൈമും സ്ഥലവും അടക്കം പറഞ്ഞിരിക്കുന്നു. ഇതിൽ ഇത്ര തുക വിദേശത്തേക്ക് ഇന്ന പൗരൻ ഇത്ര രൂപ കൊണ്ടുപോയി എന്ന് പറയുന്നു. അത് സംസ്ഥാനത്തെ പ്രതിപക്ഷം പറഞ്ഞ പണമല്ല, അതിലും കൂടുതൽ പണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരിനെ മറിച്ചിടാനായിട്ട് CPM-ലെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഒരു വഴിയാണോ ഇതൊന്നും എനിക്ക് സംശയമുണ്ട്. കാരണം CPM-ന്റെ തന്നെ ചാനലിൽ ശ്രീ ജോൺ ബ്രിട്ടാസും അതേപോലെ ഫിനാൻസ് മിനിസ്റ്ററും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, MA ബേബിയും സുധാകരനും അടക്കമുള്ള ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഒരു ഫിനാൻസ് മിനിസ്റ്റർ പോലും പറഞ്ഞിരിക്കുന്നു 4.5 കോടി രൂപ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന്. അത് ഒരു വിദേശ പൗരൻ കൊണ്ടുപോയിരിക്കുന്നു. ഇതെങ്ങനെ വിജിലൻസ് അന്വേഷിക്കും റജി ലൂക്കോസെ? ഇത് നിങ്ങളുടെ വിജിലൻസിന് അന്വേഷിക്കാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ എന്തെന്നാ പറയുന്നത്? ഇത് വിജിലൻസ് തന്നെ ഫയൽ കൊണ്ടുപോയിരിക്കുന്നു. ഈ ഫയൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ നിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ പാലാരിവട്ടം പാലത്തിന്റെ കൺസ്ട്രക്ഷൻ നിൽക്കണ്ടേ? പിന്നെ ഇവിടെ MLA-മാർക്ക് മാത്രമേ നിങ്ങൾക്കുള്ള പ്രിവിലേജ് അധികാരമുള്ളൂ. സാധാരണ ജനങ്ങൾക്കില്ലേ? സാധാരണ ജനങ്ങൾക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇനി അത് വേണമെന്നിരിക്കട്ടെ, ഒരു നിയമസഭയിൽ ഒരു ജനാധിപത്യ വിശ്വാസത്തിൽ അത് വേണമെന്നിരിക്കുന്നു, ഞാനും അംഗീകരിക്കുന്നു, തരുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ ഷാജി ചിലപ്പോൾ ചോദിക്കുമല്ലോ, സംസ്ഥാനത്തെ ഒരു ജനപ്രതി എന്ന നിലയിൽ എനിക്കും പ്രിവിലേജ് ഉണ്ട്, എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം, അതുകൊണ്ട് എൻ്റെ വീടിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, അത് കാരണം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല എന്ന് ഈ മനുഷ്യൻ പറഞ്ഞാൽ അതും നിങ്ങൾ സമ്മതിക്കേണ്ടി വരില്ലേ? ഇതെല്ലാം പ്രിവിലേജ് ആണോ? അതുകൊണ്ട് ഇനി അടുത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ നിയമസഭയിൽ തന്നെ നടന്ന കയ്യാങ്കളിയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞ കോടതിയാണ് ഈ രാജ്യത്തുള്ളത്. അതുകൊണ്ട് എക്സിക്യൂട്ടീവിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അതേപോലെ ഓരോ അന്വേഷണ ഏജൻസിയുടെയും പരിധിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകടത്തേണ്ട ആവശ്യം അത് ഇവിടുത്തെ നിയമസഭയ്ക്കില്ല, അത് കോടതിക്ക് പോലുമില്ല. എന്തിന് അന്വേഷണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതിൻ്റെ മുകളിലത്തെ ഉദ്യോഗസ്ഥന് പോലും അതിൽ ഇടപെടാനുള്ള അധികാരമില്ല എന്നാണ് പല കോടതികളും പല സമയവും വിവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ED-യുടെ അന്വേഷണത്തെ ഇടപെടാനുള്ള ശ്രമം പാഴ്വേലയാണ്. അത് കോടതിയിൽ ചോദ്യം ചെയ്താൽ നിങ്ങളുടെ മാനം പോകും. അനാവശ്യമായ കാര്യങ്ങൾ ഇവിടെ റജി പറഞ്ഞത് അതാണ്. അന്വേഷിച്ചോട്ടെ, പക്ഷേ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് അന്വേഷണം നീണ്ടാൽ സംസ്ഥാന സർക്കാരിന് ഇടപെടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ഒരു പക്ഷേ റജി, താങ്കൾക്ക് കണക്ഷൻ ശരിയാവും, K-ഫോൺ കണക്ഷൻ മാറ്റുക. അതാണ് ഇപ്പോൾ ഉടനെ ചെയ്യാറുള്ളത് റജി ലൂക്കോസിന്. ഞങ്ങൾക്ക് മുഖം കണ്ടെങ്കിലും സംസാരിക്കാമല്ലോ. K-ഫോണിന്റെ തട്ടിപ്പ് ഇക്കണക്കിന് നാളെ ED അന്വേഷിക്കേണ്ടെന്ന് പറയും. നിങ്ങൾക്ക് ഇതെന്താണ് പറ്റിയത്? ഈ കേരളത്തിൽ ഒരു അന്വേഷണവും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണ്ടേ? നിങ്ങളുടെ വിജിലൻസ് തന്നെ അന്വേഷിക്കുമോ? പിന്നെ ഒരൊറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. എന്തുകൊണ്ട് കമറുദ്ദീനെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ജനം TV ചർച്ച ചെയ്യുന്നില്ല എന്നാണ്. ഈയിടെയായിട്ട് സംസ്ഥാനത്തെ ഈ മാധ്യമ പ്രവർത്തകരെ ഉപദേശിക്കുക എന്ന സൂപ്പർ മാധ്യമ ഉപദേശകരാണ് സംസ്ഥാനത്തെ CPM-ന്റെ എല്ലാ മാധ്യമ ഡിബേറ്റർമാരും. അവർ പറയും രാവിലെ എന്ത് ചർച്ച ചെയ്യണം, എന്ത് ചർച്ച ചെയ്യണ്ട, അത് എങ്ങനെ ചെയ്യണം, അത് ഏത് ഭാഷയിൽ ചെയ്യണം, എന്ത് ചോദ്യങ്ങൾ ആരോട് ഏത് സമയത്ത് ചെയ്യണമെന്നൊക്കെ ഇവർ പറയാറുണ്ട്. ഇപ്പൊ കമറുദ്ദീനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ചർച്ച ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. അതല്ല, പാലാരിവട്ടം പാലം കഴിഞ്ഞ എത്രയോ നാളുകളായി നിങ്ങൾ ആരെ അറസ്റ്റ് ചെയ്തു? നിങ്ങൾ ഏത് മുസ്ലിം ലീഗിന്റെ MLA അറസ്റ്റ് ചെയ്തത്? ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? അപ്പോൾ ഇത് വേറെ നിവർത്തിയിലായിട്ട് അറസ്റ്റ് ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ മുസ്ലിം ലീഗുമായിട്ടൊരു പാലം പണിയുകയാണ്. കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടറിയാം മുസ്ലിം ലീഗിന്റെ പിന്തുണയോട് കൂടി പറ്റുമെങ്കിൽ ജയിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്, അല്ലെ ആ വോട്ടും കൂടെ മേടിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. നിങ്ങൾ ആ പാലം പണിയുകയാണ്. അത് പാലാരിവട്ടത്തായാലും കമറുദ്ദീനിലായാലും ആ പാലം ഇട്ടു നോക്കി. ഇപ്പോഴും അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും തുച്ഛമായ ചില നടപടികൾ മാത്രമാണ്. അതിന്റെ നിയമം ആ രീതിയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയമായ ധാരണയ്ക്ക് CPM ശ്രമിക്കുന്നുണ്ടോ? PR ശിവശങ്കർ ഉന്നയിച്ച ആ ആരോപണത്തിന്, പൊളിറ്റിക്കലായുള്ള ആ ആരോപണത്തിന് മാത്രം പെട്ടെന്ന് മറുപടി റജി ലൂക്കോസ്. അതായത് ശിവശങ്കറോട് പറഞ്ഞ വ്യാഖ്യാനങ്ങളെല്ലാം പതിവ് കഴിഞ്ഞ 6 മാസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാഖ്യാനങ്ങളാണ്.
എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്, അതായത് ഇവിടെ മുഹമ്മദ് ഖാലിദിനെ കുറിച്ച് പറഞ്ഞു, ഈജിപ്ഷ്യൻ പൗരൻ, UAE കോൺസുലേറ്റിൽ ജോലി ചെയ്തിരുന്ന പൗരനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കടന്നുപോയി $1,80,000 അദ്ദേഹം ഇവിടെ നിന്ന് നാട് വിട്ടതെന്നാണ് നമ്മൾ അറിയുന്നത്. അത് ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷമാണ് ഇയാൾ രക്ഷപ്പെട്ടു പോയത്. ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? കേന്ദ്ര വിദേശകാര്യ വകുപ്പ് അറിയാതെ ഇയാൾ രക്ഷപ്പെട്ടു പോകും. അതുപോലെ തന്നെ കോൺസുലേറ്ററുടെ പേരിൽ വന്ന പണം കോൺസുലേറ്ററുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഒരു സ്വകാര്യ സ്ഥാപനമായിട്ട് നടത്തിയ വ്യവസ്ഥയിൽ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനെ ബന്ധപ്പെടുത്താൻ പറ്റുക? അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ പറയുന്നത് ലൈഫ് പദ്ധതിക്ക് തുരങ്കം വെക്കാനും K-ഫോണിനെ കുറിച്ചുകൂടെ കൃഷ്ണനെ പറഞ്ഞ ഞാൻ അതിശയത്തോടെ കണ്ടിരിക്കുന്നത്. കാരണം എന്ന് മുതലാണ് ഇവർ റിലയൻസ് അംബാനിയുടെ വക്താക്കളായി മാറിയത്? ഇവർ മാറിയിട്ട് 6 വർഷം കഴിഞ്ഞു. റിലയൻസ് അംബാനിയുടെ അദാനിയുടെ വക്താക്കളായി നഗ്നമില്ലാതെ ചാനൽ ഇരുന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശിവശങ്കരനെ പോലുള്ളവർ K-ഫോണിനെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിസംബോധന ചെയ്യുന്നത് കേരളത്തെയാണോ അത് മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ ജനങ്ങളെയാണോ? നിങ്ങൾക്ക് ലജ്ജയില്ലേ? കേരളത്തിലെ പൊതുസമൂഹത്തിന് 20% വെട്ടിക്കുറച്ചിട്ടുള്ള താരിഫിൽ, അതുകൂടാതെ 20 ലക്ഷം സാധാരണക്കാരനായ പാവപ്പെട്ടവരായ 20 ലക്ഷം ഉപഭോക്താക്കൾക്ക് സൗജന്യമായി കണക്ഷൻ കൊടുക്കുന്ന ഏറ്റവും ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് ആയിരിക്കുന്ന K-ഫോൺ എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ ഒരു പ്രസ്റ്റീജിയസ് പദ്ധതി, അതിന് 99% പൂർത്തീകരിച്ചു. ഇനി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ചട്ടങ്ങളുടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉദ്ഘാടനത്തിലേക്ക് പോകുമ്പോൾ അവനെ അട്ടിമറിക്കാനായിട്ട് അതിന്റെ രേഖകൾ മുഴുവൻ ചോദിച്ച ശ്രീ റെജി ലൂക്കോസ്, ഇത് ഏത് പദ്ധതിയിലും ഇതൊക്കെ ഉദ്യോഗസ്ഥർ മുഖേനയാണല്ലോ നടപ്പാക്കപ്പെടുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ, ഇവിടെ M. ശിവശങ്കർ ഉന്നത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇടപെട്ട ഒരു സാമ്പത്തിക ക്രമക്കേട് ഇപ്പോൾ അദ്ദേഹം ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളിലും പദ്ധതികളിലുമൊക്കെ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന വിഷയം ഒരു അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നതിൽ എന്താണ് തെറ്റ്? അപ്പോൾ ഉടൻ തന്നെ ഈ പദ്ധതിയെ അട്ടിമറിക്കാനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ അന്വേഷണ ഏജൻസികളെ മുഴുവൻ രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിനെതിരെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു ദുഷ്ടലാക്കോടുകൂടിയുള്ള ആരോപണം എന്തിനാണ് ആ ഘട്ടത്തിൽ? അല്ല, ദുഷ്ടലാക്കല്ല, അതൊരു എക്സാക്ട് ആയിട്ടുള്ള സംഭവമല്ലേ? 100% സത്യസന്ധമായ കാര്യമല്ലേ? കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ജീവനെ തടയത്തക്ക രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തലകേക്കാനുള്ള പാർപ്പിട സമുച്ചയത്തിനുണ്ട് കോടാലി പണിയുക. അത് കഴിഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും റെജി മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ വീടുകൾക്ക് അർഹരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുഴുവൻ പേർക്കും വീടുകൾ നൽകുന്നതിന് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ തടസ്സമല്ല, കേന്ദ്ര സർക്കാർ തടസ്സമല്ല. കേന്ദ്ര സർക്കാരിന് തന്നെ അത്തരം പദ്ധതികളുണ്ടല്ലോ. അതാണല്ലോ ഇവിടെ പേര് മാറ്റി സംസ്ഥാന സർക്കാരും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വടക്കാഞ്ചേരിയിലെ പ്രൊജക്റ്റിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? സമാനമായ ക്രമക്കേടുകൾ മറ്റു പദ്ധതികളിൽ ഉണ്ടെങ്കിൽ ഈ പദ്ധതികൾക്കെതിരെയല്ല കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികളും. പദ്ധതികളുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. അപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? ഇതൊരു വിവരക്കേടല്ലേ? സുബീഷ്, ആ വിവരക്കേടിനുള്ള മറുപടികളാണ് ഞാൻ പറയാൻ വരുന്നത്. എന്നെക്കൊണ്ട് പറയിപ്പിക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നത് തന്നെ റെജി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് മുഴുവൻ, അല്ലെങ്കിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ പദ്ധതികളെയും അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നാണ്. ഞാൻ അത് തിരുത്തുകയാണ്, ഞാൻ ആ ധാരണ തിരുത്തുകയാണ്. അങ്ങനെയല്ല കാര്യങ്ങളെ കാണേണ്ടത്. അങ്ങനെയൊന്നും തിരുത്താനായിട്ട് സുബീഷും ജനൻ ടിവിയെ മനസ്സ് വെച്ചായിരുന്നു ഞങ്ങൾ തിരുത്തുവോ? കേരളത്തിലെ നിങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഇതെല്ലാം ശരിയാണ് എന്ന മട്ടിൽ ഞങ്ങൾ എല്ലാവരും കേട്ടു നിൽക്കണോ റെജി ലൂക്കോസ്? അല്ല, ഞങ്ങൾ പറയുന്ന കേൾക്കാനായിട്ടുള്ള കൺവിൻസ് കാണിക്കാതിരിക്കുമ്പോഴല്ലേ നമ്മൾ ഇടപെടുന്നത്? അല്ല, റെജി അസംബന്ധം പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ പദ്ധതികളെയും അട്ടിമറിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുമ്പോൾ ഞാനത് കേട്ടു നിൽക്കണമോ? അല്ല സുബീഷ്, എനിക്ക് പറയാനുള്ള കേൾക്കാനുള്ള പറയൂ. റെജിക്ക് പറയാനുള്ളത് പറയൂ, ഞാൻ കേൾക്കാം. ശരി, തർക്കം വേണ്ട. റെജിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. K-ഫോണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് കൊള്ളേണ്ടത് കൊള്ളും എന്ന് പറയുമ്പോൾ തന്നെ സുബീഷ് കയറി പിടിച്ചു. സുബീഷ്, ഒരു ദിവസം അനിൽ അംബാനി മുകേഷ് അംബാനിയുടെ ജിയോയുടെ വരുമാനം ഒരൊറ്റ മണിക്കൂറിൽ 90 കോടി രൂപയാ. ഇന്നലെ വരെ 3 ലക്ഷത്തിൽ 3,10,000 കോടി രൂപയാണ് ഈ കോവിഡ് കാലത്ത് മുകേഷ് അംബാനിയുടെ ജിയോയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വരുമാനം. കേരളത്തിൽ നിന്നാണ് അതിന്റെ മുഖ്യ പങ്ക് പൊക്കോണ്ടിരിക്കുന്നത്. 2ാം സ്ഥാനം ഗോവയ്ക്കാണ്, 3ാം സ്ഥാനം മാത്രമേ ഉള്ളൂ മറ്റു പല സംസ്ഥാനങ്ങൾക്കുള്ളൂ. കേരള സർക്കാരിന്റെ K-ഫോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുത്തക മുതലാളിയുടെ ഈ വരുമാനം കുറയുന്നതിനുള്ള അതിനെതിരെയുള്ള തട്ടിപ്പ് ആരോപണങ്ങളും നടപടികളുമാണ് ഇതിനെ തടയാനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി നടത്തുന്നുള്ളവരും പച്ച വെളിച്ചം പറഞ്ഞ യാഥാർത്ഥ്യം. എന്തിനാണ് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാക്ക് ഉപയോഗിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ 100% സത്യമായ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും നുണ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ലൈഫ് പദ്ധതിയുടെ കാര്യമുണ്ട്. ലൈഫ് പദ്ധതിക്ക് അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരുമായിട്ട് ബന്ധമില്ലാത്തൊരു സ്ഥാപനങ്ങൾ നടത്തുക. അത് അന്വേഷിക്കാൻ ഈ സംസ്ഥാനത്തൊരു വിജിലൻസ് ഉണ്ട്, അതിനുള്ള നടപടിക്രമങ്ങളുണ്ട്.
അതിനല്ലേ സംസ്ഥാന സർക്കാരിന്റെ അധികാരം എന്ന് പറയുന്നത്. അതിന്റെ മേൽ കടന്നു കയറിക്കൊണ്ടൊരു കേന്ദ്ര ഗവൺമെന്റ് നടപടി അതായത് ഇ ഡി മിണ്ടരുത്, ചോദ്യം ചെയ്തിരിക്കും. ഇ ഡി ഇങ്ങോട്ട് വരരുത്, ഇ ഡി കേരളത്തിലേക്ക് വരരുത്, ഇവിടെ വിജിലൻസ് ഒക്കെ മതി. അല്ല, ഇവിടെ വിജിലൻസ് ഒക്കെ മതി, ഇവിടെ ഞങ്ങളുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് കീഴിലുള്ള പദ്ധതികൾ എന്തെങ്കിലും തട്ടിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അന്വേഷിക്കും. ഇവിടെ കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികൾ ഈ വാളയാർ ചുരം കടന്ന് ഇങ്ങോട്ടേക്ക് വരരുത്. അല്ലതെ, വായി തിരികെ കയറ്റി എന്തെങ്കിലും പറയിപ്പിക്കാന്ന് വെച്ചാൽ സുബീഷിനെ മിടുക്കനായ സുബീഷിന് മുമ്പിൽ ഞാൻ വീഴത്തില്ല. ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ പറയും. ഇ ഡിനെ ആരും ഇവിടെ തടയുന്നില്ല. ഇ ഡി വന്ന് അന്വേഷിക്കട്ടെ. നിങ്ങൾക്ക് എന്തിനാണ് ഈ വാശി റജി ലൂക്കോസ്? ഇ ഡി വന്ന് അന്വേഷിക്കട്ടെ. ഈ മടിയിൽ കനമുണ്ടെങ്കിലല്ലേ പേടിക്കേണ്ടതുള്ളൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എപ്പോഴും പറയുന്നുണ്ടല്ലോ. അപ്പോൾ മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഭയക്കുന്നത്? ആരെയാണ് ഭയക്കുന്നത്? ഇ ഡി വരട്ടെ, ഫയലുകൾ മുഴുവൻ എടുക്കട്ടെ, പരിശോധിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഞങ്ങൾ ആരെ പേടിക്കുന്നു? സംസ്ഥാനത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനകീയ സർക്കാരിന്റെ അധികാരത്തെ കവർന്നുകൊണ്ട് കേന്ദ്രം അതിന്റെ ഫെഡറൽ സംവിധാനങ്ങളെയും നിയമത്തെയും ലംഘിച്ചുകൊണ്ട് ശരി, എനിക്ക് അടുത്ത ഇടവേളയിലേക്ക് പോകാൻ സമയമായത് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ഞാൻ റജിയിലേക്ക് തന്നെ വരാം. ഇടവേള. ജനം ഡിബേറ്റ് അവസാന അരമണിക്കൂറിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, വാളയാർ ചുരം കടന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടത്തെ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടും എന്നാണ് റജി ലൂക്കോസ് പറയാതെ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു ചുരുക്കം, ആകത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാളയാറിൽ ഇടപെടാതിരുന്ന ബാലാവകാശ കമ്മീഷനായാലും എന്ത് കമ്മീഷനായാലും സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ കയറി ഏതെങ്കിലും അന്വേഷണ ഏജൻസി ഇറങ്ങിയാൽ അവിടെ ഇടപെടും. ഇതൊരു മുന്നറിയിപ്പും താക്കീതും ഒക്കെയാണ്. കേരളമാണ്, കേരളത്തിലെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും. ഏതാണ്ട് ഇതേ മട്ടിലാണ് ഈ അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിനോട് കേരളത്തിന് പുറത്ത് കോൺഗ്രസ് പാർട്ടിയും പ്രതികരിക്കുന്നത്. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഞാൻ ഈ ചർച്ചയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, ഓരോ സ്ഥലത്തെയും രീതിക്കനുസരിച്ച്. ബംഗാളിൽ ശാരദാ ചിട്ടി ഫണ്ട് കേസിൽ മമതയെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ആ ഇ ഡിയെ തടയാൻ പാടില്ല, ഇ ഡി പോയത് അന്വേഷിക്കണം, കേസെടുക്കണമെന്നാണ് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ യെച്ചൂരി പറഞ്ഞു. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എൻഫോഴ്സ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, കസ്റ്റംസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, CBI കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, GST കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, പെട്രോൾ വിലയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എല്ലാം നമ്മളൊന്ന് ഇട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ആ വ്യത്യസ്തത എങ്ങനെ നമുക്ക് ബോധ്യപ്പെടും, നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യം. പിന്നെ കേരളത്തിന് പുറത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുക്കുന്ന എല്ലാ നടപടിക്രമങ്ങളെയും കോൺഗ്രസ് ചോദ്യം ചെയ്തിട്ടില്ല. ചില പർട്ടിക്കുലർ വിഷയങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. അത് ഇന്നത്തെ ഖമറുദ്ദീന്റെ അറസ്റ്റ് പോലെ. ഖമറുദ്ദീനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഖമറുദ്ദീനെതിരെ കൃത്യമായ നടപടി, കേസെടുക്കാൻ തക്കതായ പരാതികൾ, അതിന്റെ തെളിവുകൾ, ആ കുറ്റങ്ങളൊന്നും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അപ്പൊ അതിൽ കേസെടുക്കുന്നതിൽ തെറ്റില്ല. എങ്കിൽ പോലും ആ എടുത്ത ദിവസം, അതിന് തെരഞ്ഞെടുത്ത സമയം, സന്ദർഭം, അതൊക്കെ വളരെ കൃത്യവും വ്യക്തവുമായി സംശയം ജനിപ്പിക്കുന്നതാണ് എന്ന അഭിപ്രായവും എനിക്കുണ്ട്. ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു, വേങ്ങര തെരഞ്ഞെടുപ്പിന്റെ അന്ന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വെച്ച് പത്രസമ്മേളനം നടത്തിയിട്ട് അങ്ങോട്ട് പോയി. ആ ഒരു രീതി ആവരുത് ഒരു കാര്യം. ഞങ്ങൾ DK ശിവകുമാറിന്റെ ആണെങ്കിലും ചിദംബരത്തിന്റെ ആണെങ്കിലും കേസെടുത്താൽ ഞങ്ങൾ അതിനെ എതിർക്കില്ല. പക്ഷെ ഞങ്ങൾ വിയോജിപ്പ് പറയുന്നു ആ സമയം, അല്ലെങ്കിൽ അത് എടുക്കുമ്പോൾ സ്വീകരിക്കുന്ന സമീപനങ്ങൾ. അല്ല, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസെടുത്തോ, ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ ചെറുക്കാൻ കഴിയുന്ന ഏറ്റവും കരുത്തനായ ഒരു നേതാവിനെ കൂട്ടിക്കെട്ടാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറിയും കക്ഷത്തിലെടുത്ത് വരുമ്പോഴാണ് ഞങ്ങൾ എതിർക്കുന്നത്. എന്താ ഈ ED കോടതി DK ശിവകുമാറിനെതിരെ അനവസരത്തിലാണ് ഞങ്ങൾ കേസെടുത്തതെന്ന് പറഞ്ഞത് ED കോടതി ശരിവച്ചില്ലേ? അദ്ദേഹത്തിനെതിരെ ഫർദർ ഇൻവെസ്റ്റിഗേഷനോ നടപടിക്രമങ്ങളോ പാടില്ല എന്ന് ED കോടതി പറഞ്ഞില്ലേ? അപ്പം ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. ആ നിലയിലല്ല ഇവിടുത്തെ മയക്കുമരുന്ന് കച്ചവടത്തെ കാണുന്നത്. ആ നിലയിലല്ല രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് കാണുന്നത്. മതത്തിന്റെ പേരിലും അല്ലാതെയും സർക്കാരിന്റെ വാഹനങ്ങളിലും സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ദുരുപയോഗം ചെയ്തു എന്ന് പകൽ പോലെ ബോധ്യമുള്ള കാര്യങ്ങളെ ആ നിലയിൽ കാണരുത്. എന്റെ സ്നേഹിതനാണ് റജി ലൂക്കോസ്. അദ്ദേഹം ഇടത് സഹയാത്രികനാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടിയേ വർത്തമാനം പറയുള്ളൂ എങ്കിൽ പോലും പറയുമ്പോൾ ചില ലോജിക്ക് ഒക്കുന്ന കാര്യങ്ങൾ പറയും. ED വേണ്ട, CBI വേണ്ട, NIA വേണ്ട എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് കേരളത്തിലെ വിജിലൻസ് വകുപ്പ്.
അദ്ദേഹം പറയുന്ന മഹത്തായ പദ്ധതിയിൽ കേരളത്തിലെ ഗവൺമെന്റിന് പങ്കില്ല എങ്കിൽ അത് ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് എന്തിനാണ് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത്? അല്ല, ശിവശങ്കറിനെതിരെ കേസെടുത്ത് 5-ാം പ്രതിയാക്കിയത്? പറയണ്ടേ? ആ കാര്യം കൂടി പറയണ്ടേ? ആ വിജിലൻസിനെ ഇവർ തള്ളി പറയുന്നുണ്ടോ? അവർ തള്ളി പറയുന്നില്ലല്ലോ. എന്തുകൊണ്ട് പറയുന്നില്ല? പിന്നെ മറ്റൊന്ന് ചോദിക്കട്ടെ, CBI അന്വേഷിക്കുന്നു, കേന്ദ്ര ഏജൻസികളെ എതിർക്കുന്നു എന്ന് പറയുന്നു. കേന്ദ്ര ഏജൻസികൾ ഫെഡറൽ സിസ്റ്റത്തെ കവർന്ന് എടുക്കാൻ വരുന്നു, അവരുടെ അധികാരം കവർന്നെടുക്കാൻ വരുന്നുവെങ്കിൽ എതിർക്കുന്ന കാര്യത്തിൽ ഞാൻ യോജിക്കാൻ തയ്യാറാണ്. ഞാൻ മറ്റു ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, കേരള നിയമസഭയുടെ അധികാരങ്ങളെ ഒരു ഏജൻസി കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം, ധാർമ്മികമായ അവകാശം കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ട്. എനിക്ക് ആ കാര്യത്തിൽ ഒന്നും തർക്കമില്ല. അതുകൊണ്ടാണല്ലോ ഈ ഗവൺമെന്റ് കോടതിയിൽ പോയത്. പക്ഷെ ഈ ഗവൺമെന്റ് കോടതിയിൽ പോകുമ്പോൾ അറിയണം, ആ കേന്ദ്ര ഏജൻസിക്ക് ഇവിടേക്ക് വരാനുള്ള ഉത്തരവിറക്കിയ ഗവൺമെന്റാണിത്. ഈ കേസുമായി ബന്ധപ്പെട്ടതല്ല, അതിനു മുമ്പ് തന്നെ അന്വേഷണ ഏജൻസിക്ക് ഇവിടെ വരാം, ഇടപെടാം എന്ന് ഉത്തരവിറക്കിയ ഒരു ഗവൺമെന്റാണ് അതിന് ഘടകവിരുദ്ധമായി പോകുന്നത്. മറ്റൊന്ന്, ഈ കേസുമായി ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പറഞ്ഞതും ശ്രീ പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആ കസേരയിൽ ഇരിക്കുന്നുണ്ടാവാം, അദ്ദേഹം ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ തള്ളി പറയുകയോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ മുൻകൂർ ഞാൻ വെടിവെക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം. CBI കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് റജീം, അത് വേണ്ട എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, പത്തനംതിട്ടയിൽ ഒരാൾ മരിച്ചല്ലോ, മത്തായി, അത് അന്വേഷിക്കാനായിട്ട് CBI വേണമെന്ന് പറഞ്ഞത് കേരള ഗവൺമെന്റ് അല്ലേ? ബാലഭാസ്കറിന്റെ മരണം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് CBI വരണമെന്ന് പറഞ്ഞത് ഈ പറയുന്ന CPM-ന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് അല്ലേ? 6ഓളം കേസുകൾ CBI, എന്റെ ഓർമ്മയിൽ 6ഓളം കേസുകൾ ഇപ്പോൾ CBI ഈ സർക്കാരിന്റെ ആവശ്യപ്രകാരം അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ട കാര്യങ്ങളിൽ അന്വേഷിക്കട്ടെ. അതേസമയം നിങ്ങൾ പ്രതിസ്ഥാനത്ത് വരുന്ന, പലവട്ടം പറഞ്ഞതാണെങ്കിൽ പറയാതെ നിവൃത്തിയില്ല, പെരിയ കേസ് കേരള ഹൈക്കോടതി വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണല്ലോ 2 കുഞ്ഞുങ്ങളുടെ ജീവൻ കവർന്നെടുത്തതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. നിങ്ങൾ ആ വിധിക്കെതിരെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി സുപ്രീം കോടതിയിൽ അപ്പീൽ പോവായിരുന്നു. അപ്പൊ നിങ്ങളുടെ യഥാർത്ഥ നിലപാട് എന്താ? CBIയെ നിങ്ങൾക്ക് ബഹുമാനമാണോ അല്ലയോ? ബഹുമാനമായത് കൊണ്ടല്ലേ നിങ്ങൾ 6ഓളം കേസുകളിൽ വരുത്തുന്നത്? ഒരു കേസിൽ നിങ്ങൾ പ്രതിയായി പ്രസ്ഥാനത്ത് വരുന്നതുകൊണ്ടല്ലേ നിങ്ങൾ എതിർക്കുന്നത്? ഇത്തരം നിലപാടെടുക്കുമ്പോഴാണ് കേരളത്തിലെ പൊതുസമൂഹം നിങ്ങളെ സംശയിക്കുന്നത്. എല്ലാ വിഷയത്തിലും നിങ്ങൾ ഒരേ നിലപാടെടുത്താൽ ആരും സംശയിക്കില്ല, ആരും ആക്ഷേപിക്കില്ല. നിങ്ങൾ ഇവിടെ പറഞ്ഞു ലൈഫ് പദ്ധതിയിൽ അത് വിപ്ലവകരമായ പദ്ധതിയാണ്. വിപ്ലവകരമായ പദ്ധതിയാണ് എന്ന് പറഞ്ഞത് ഓരോ ദിവസവും വെളിവായിക്കൊണ്ടിരിക്കുക, തീർന്നിട്ടില്ല. അന്വേഷണം ഘട്ടങ്ങളിലാണ്, ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോവുക. ഒരു തർക്കവും വേണ്ട. ഞാൻ ഈ ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്നു, ശിവശങ്കറിനെ ഓരോ പ്രാവശ്യവും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പം ഈ ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഇടത് സഹയാത്രികന്മാർ ചോദിച്ചെന്താ? ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തോ? ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്തോ? ഏതെങ്കിലും ഒരു തുമ്പുണ്ടോ? അദ്ദേഹം മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ, ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലല്ലോ എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥിതിയിൽ നിന്ന് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തപ്പോഴോ ബിനീഷ് എന്താ പറഞ്ഞിരുന്നത്? 6 ലക്ഷം രൂപ ഒരു സുഹൃത്തിന് കൈവായ്പ കൊടുത്തു എന്ന് പറഞ്ഞത് ഇപ്പോൾ കോടികൾ എത്രയായി? എത്ര ദിവസമായി കസ്റ്റഡി? ഇന്നും കസ്റ്റഡി നീട്ടിയില്ലേ? ഇന്നും കസ്റ്റഡി നീട്ടിക്കൊണ്ടിരിക്കല്ലേ? മയക്കുമരുന്ന് കേസിനെ റജി ന്യായീകരിക്കുന്നുണ്ടോ? ബിനീഷ് കൊടിയേരിയെ നിങ്ങൾ ഇവിടെ കേരളത്തിലെ പുതുതലമുറയുടെ ഭാവിയെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് കേസിൽ ഒരാൾ കുറ്റം ചെയ്താൽ അയാളെ ശിക്ഷിക്കപ്പെടണമെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഈ ചർച്ചയിൽ ഈ ചർച്ചയിൽ നിങ്ങൾ നിലപാടെടുക്കുക. അല്ല ചുമ്മാ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ട് എല്ലാം രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, കമറുദ്ദീന്റെ കാര്യത്തിൽ രാഷ്ട്രീയമാണെന്ന് പറയുന്നതുകൊണ്ട് ഉണ്ടാവും. പക്ഷെ കോൺഗ്രസ് പാർട്ടി അത് പറഞ്ഞിട്ടില്ല. കമറുദ്ദീൻ പണം വാങ്ങി നിക്ഷേപം സ്വീകരിച്ചു, കമറുദ്ദീൻ തെറ്റ് ചെയ്തു, ആ പരാതി ഒത്തുതീർപ്പാക്കാൻ അദ്ദേഹത്തിന് പ്രോസിക്യൂഷൻ മുൻപ് വരെ നിക്ഷേപ സംരക്ഷണ നിയമം അവകാശം നൽകുന്നുണ്ട്. അതിനുള്ള സാഹചര്യം ഉള്ളപ്പോൾ അദ്ദേഹം അത് പരിഹരിച്ചോണം. ഇല്ലെങ്കിൽ ഇന്ന് സംഭവിച്ചതുപോലെ അറസ്റ്റും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതുമാണ്. അത് അദ്ദേഹം നിയമപരമായി നേരിട്ടോണം. അദ്ദേഹത്തെ രാഷ്ട്രീയമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ കാര്യം പാർട്ടി സംവിധമായ, മുന്നണി സംവിധാനമായ ഏതെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുക എന്നുള്ളതാണ്. അത് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. ബാക്കി കാര്യങ്ങൾ അടിയന്തരമായി UDF-ഉം ലീഗും ആലോചിച്ച് തീരുമാനിക്കും. അദ്ദേഹത്തിന്റെ തുടർ നടപടികൾ എന്ത് വേണം എന്ന് ആലോചിക്കും. പക്ഷെ ഇവിടെ ഞാൻ പറയുമ്പോൾ റജി കേട്ടോന്നറിയില്ല, PV അൻവറിനെതിരെ ക്രൈംബ്രാഞ്ച് കേസുണ്ട്, അയാൾക്കെതിരെ കേസ് അന്വേഷിക്കണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്ന കോർട്ട് ഓർഡർ ഉണ്ട്. ഇന്ന് ഉത്തരവാദിത്തപൂർവ്വം രേഖകൾ സഹിതം ഒരു യുവ നേതാവ് കേരളത്തിൽ പത്രസമ്മേളനം നടത്തി വിതരണം ചെയ്തിട്ടുണ്ട് പത്രക്കാർക്ക്. PV അൻവറിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതുകൂടി ചെയ്യണ്ടേ? അങ്ങനെ ഒരു ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാനുള്ള അവകാശം എന്തായാലും പ്രതിപക്ഷത്തിനുണ്ട്. റജി, അക്കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോയില്ല? ഒറ്റ കാര്യം കൂടി
ഇവിടെ ബാലാവകാശ കമ്മീഷന് ചെയർമാൻ ഉണ്ടല്ലോ. ആ ചെയർമാന്റെ നിയമനത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പക്ഷെ കൃത്യമാണ് ബാലാവകാശത്തിന് വേണ്ടി രൂപീകൃതമായ ഈ കമ്മീഷൻ ഇപ്പൊ ബാലകൃഷ്ണന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മീഷനായി മാറി എന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുബീഷേ, ഞാൻ നേരത്തെ പറഞ്ഞു, റെജി അതും കേട്ടില്ല. എന്തുകൊണ്ട് ഒരു കുട്ടിയെയും കൊണ്ട് ആ കുട്ടിയുടെ മാതാവ് ED-യുടെ കസ്റ്റഡിയിലുള്ള ഒരു വീട്ടിലേക്ക് പോയി? പല ആളുകളും ധരിച്ചിരിക്കുന്നത്, പൊതുസമൂഹം ധരിച്ചിരിക്കുന്നത് ബിനീഷ് കൊടിയുടെ ഭാര്യയും കുഞ്ഞുമുള്ള വീട്ടിലേക്ക് ED വന്നു എന്നാണ്. അങ്ങനെയല്ല. അടച്ചിട്ടിരുന്ന വീട്ടിൽ അവർ വന്ന് കാത്തിരുന്ന് 2 മണിക്കൂർ താക്കോലിന് വേണ്ടി കാത്തിരുന്ന ആ താക്കോലും കൊണ്ടാണ് ഇവർ വരുന്നത്. ആ വരുമ്പോൾ താക്കോൽ തരാൻ വരുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. സാമാന്യ ബോധമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ED കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ഒരു വീട്. ആ വീട്ടിൽ എൻക്വയറി നടക്കുമ്പോൾ അവിടെ ആരുണ്ടെങ്കിലും അവർ അണ്ടർ കസ്റ്റഡിയിലാണ്. നമ്മൾ ആ വിഷ്വൽസ് കണ്ടതാണ്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, നമ്മൾ ആ വിഷ്വൽസ് കണ്ടതാണ്. റെജി, ഇക്കാര്യത്തിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽ ബോസ് ഉന്നയിച്ച ഒരു ചോദ്യം, എന്തുകൊണ്ട് കമറുദ്ദീൻ്റെ അറസ്റ്റ് പ്രതിപക്ഷം അതിനെ വിമർശിക്കുന്നില്ല? അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാമെങ്കിൽ പോകട്ടെ, നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ, പക്ഷേ ഈ സമയത്ത് അത് വേണമായിരുന്നോ എന്ന ഒരു വിയോജിപ്പ് മാത്രമാണ് അക്കാര്യത്തിൽ അവർക്കുള്ളത്. പക്ഷേ PV അൻവറിനെതിരെ അത്തരം നടപടികളിലേക്ക് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ പോകുന്നില്ല? അതല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷൻ കോടിയേരിയിൽ റെയ്ഡ് നടക്കുമ്പോൾ മാത്രം ഹനിക്കപ്പെടുന്ന ബാലാവകാശത്തെ കാണുന്നു, അവിടെ എത്തുന്നു എന്ന ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് കൃത്യമായ വിശദീകരണം അക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, CPM-ന്റെ ഭാഗത്തു നിന്ന്? സുബീഷ്, അനിൽ ബോസ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഞാൻ വളരെ ശ്രദ്ധയോട് കേട്ടു. ഞാൻ കേട്ടില്ല എന്നുള്ള ധാരണ അനിൽ ബോസിന് വേണ്ട. അനിൽ ബോസ് കൂടെ അവസാനം ഉന്നയിച്ച ഒരു ആരോപണം സുബീഷ് ആവർത്തിച്ചിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം ഒരു കൊടും തട്ടിപ്പുകാരനായ MLA അറസ്റ്റ് ചെയ്തതിന് സമയം നോക്കിയില്ല എന്ന് പറയുന്നതിന്റെ ന്യായീകരണം എത്രയാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കള്ളനെ അറസ്റ്റ് ചെയ്യുന്നതിന് സമയം നോക്കിയില്ല, സമയം മോശമായിപ്പോയി. സമയം നോക്കിയാണ് ഒരു തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്യേണ്ടത്. നാളെയോ മറ്റന്നാളോ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേ കാരണങ്ങളായിട്ട് വരത്തില്ല. അപ്പൊ നിങ്ങളുടെ എല്ലാ വിഷയത്തിലും LDF സർക്കാരിന്റെ നയവും നിലപാടും ഇതാണോ എന്നാണ് അനിൽ ബോസിന്റെ ചോദ്യം. ഞാൻ പറഞ്ഞത് കഷ്ടമാണ്. കാരണം അനിൽ ബോസ് 13 മിനിറ്റ് സംസാരിച്ചിട്ട് നിങ്ങൾ ഇടപെട്ടില്ല. ഞാൻ പറഞ്ഞ പിന്നെ വീണ്ടും അനിൽ ബോസ് പറഞ്ഞത് ഞാൻ കേട്ടെന്ന് സുബീഷ് ഇടപെടാതിരിക്കാനാണ് ഞാൻ മുഴുവൻ കാര്യങ്ങൾ കേട്ടെന്നുള്ളത് പറഞ്ഞത്. കാരണം ഇടപെട്ട് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളുടെ തട്ടിപ്പുകാരുടെ സമീപനം എന്താണെന്നുള്ള ചർച്ചയിലൂടെ തന്നെ പുറത്തായി. പിന്നെ അനിൽ ബോസ് ഇവിടെ CBI കുറിച്ച് വാദോരാ സംസാരിച്ചു. എനിക്ക് ഒറ്റ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 2 കാര്യങ്ങൾ അനിൽ മറുപടി പറയണം. അനിൽ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അനിൽ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, രാജസ്ഥാൻ സർക്കാർ ഈയിടെ നിയമം പാസ്സാക്കിയിരിക്കുന്നു CBI അവിടെ പ്രവേശനത്തിന് നിരോധിച്ചുകൊണ്ട്. അതുപോലെ പഞ്ചാബ് സർക്കാർ ഉടനെ തന്നെ നിയമം പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രിയും മകനും MLA-മാരും സഹിതം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിൽ സത്യാഗ്രഹം നടത്തിയിരിക്കും. എന്തിനാണ് അനിലിനോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഭരിക്കുന്നത് ഞങ്ങളല്ല, ഈ 2 സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അത് അനിലിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സോണിയാഗാന്ധി ടൈംസ് ഓഫ് ഇന്ത്യയിൽ 26-ാം തീയതി ലേഖനം എഴുതി. അനിൽ വായിച്ചല്ലോ, നമ്മളെല്ലാവരും വായിച്ചാണല്ലോ. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, കേന്ദ്ര ഏജൻസികളെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരണത്തിലേക്ക് പോകേണ്ട. കാരണം പ്രേക്ഷകർക്കും അറിയാം അതിനെ അവർ നിശ്ചിതമായി വിമർശിച്ചതും പ്രതിപക്ഷ കക്ഷികളുടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ശത്രുത തീർക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതിന് കഥകൾ സഹിതം അവർ വിരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദേശീയ പ്രസിഡന്റല്ലേ തള്ളി പറയുന്നുണ്ടോ? രാഹുൽ ഗാന്ധി 3 തവണ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി കേരളത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന തെറ്റുകൾക്കെതിരെ അദ്ദേഹം വിരൽ ചൂണ്ടി 3 തവണ. കൂടാതെ കണ്ട് കൽപ്പറ്റയിൽ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു കേരള സർക്കാരിനോട് കേന്ദ്ര ഏജൻസികൾ കാണിക്കുന്ന തെറ്റായ സമീപനമാണ്. ആ കോവിഡിനെ കുറിച്ച് പറഞ്ഞാലും പറയുന്നില്ല, നിശ്ചയമല്ലാത്തോട് താങ്കൾ തള്ളി പറയുന്നുണ്ടോ? ഇത് തന്നെയല്ലേ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ CBI കുറിച്ച് 6 അന്വേഷണങ്ങൾ CBI ഇവിടെ നടത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടെന്ന് അനിൽ പറയുന്നു. 4 എന്റെ കണക്കിലുണ്ട്, 2 പക്ഷേ എന്റെ ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും പിന്നെ പത്തനംതിട്ട കുരുവിളയുടെ കൊലപാതകത്തോട് അതുപോലെ തന്നെ അതിനനുസൃതമായിട്ടുള്ള കേസുകൾ എല്ലാ CBI ഏറ്റെടുത്തത് കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി തന്നെയാണ്. അത് പൊതുജനങ്ങളും സമൂഹത്തിന്റെ ആവശ്യമനുസരിച്ച് ഏറ്റെടുത്തു കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് CBI-യുടെ ചില കാര്യങ്ങൾ എതിർക്കുന്നത്? അനിൽ ബോസിന് അറിയാമല്ലോ. എന്തിനാണ് പിന്നെ ലൈഫ് മിഷന്റെ പദ്ധതിയുടെ അന്വേഷണത്തിനാണ് ഇവിടെ CBI 43 മണിക്കൂറാണ് അനിൽക്കയുടെ പരാതിയിൽ ഈ ഫ്ലാറ്റ് സമിതിയെ പാവങ്ങൾ കൊടുക്കുന്ന തടയാനുള്ള സകല പരിപാടി നോക്കി നടക്കാൻ വന്നപ്പോൾ CBI കെട്ടിയിറക്കാനായിട്ട് കൊടുത്ത ആ കത്തിന്റെ പേരിൽ അവർ വന്നത് ഇതിൽ ക്രമക്കേട് ഉണ്ട് എന്നത് വിജിലൻസും കണ്ടെത്തിയിട്ടുണ്ട്, സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയും കണ്ടെത്തിയിട്ടുണ്ട്. റജി, ഇത് കഷ്ടമാണ്. ഞാൻ പറയുന്നത് എന്താണ്, ബുദ്ധിപൂർവ്വം ചർച്ച വഴിതെറ്റിക്കുന്നത്. ഞാൻ പറയാൻ ചെയ്യുന്നത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാ അവർ വന്നത്? FCRA വിദേശ വിനിമയ സാമ്പത്തിക
പിന്നെ ക്രയങ്ങളിൽ ചട്ടങ്ങളിൽ തെറ്റ് വരുത്തിയോ അല്ലെങ്കിൽ അത് ലംഘിച്ചോ എന്നുള്ള അന്വേഷണത്തിലാണ് വന്നിരിക്കുന്നത്. അത് ആ വരവ് തന്നെ തെറ്റായിരുന്നു. കാരണം എന്താണ്, ഒന്ന് വിദേശ വിനിമയം പിന്നെ നിരോധന നിയമത്തിൽ ഈ മണി ട്രാൻസാക്ഷൻ ബന്ധമില്ല. കാരണം ഈ പണം കേരള സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് വന്നതല്ല, അത് UAE കോൺസുലേറ്റിലേക്ക് വന്ന പണമാണ്. അവരാണ് ക്രയവർക്ക് നടത്തിയിരിക്കുന്നത്. രണ്ടാമതൊരു കാര്യമുണ്ട്, ഭരണഘടനാപരമായ ഒരു ബാധ്യതയുണ്ട്. അതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. CNAG എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സ്വതന്ത്ര സാമ്പത്തിക എന്താ പറയാ സാമ്പത്തിക അന്വേഷണ ഏജൻസി നടത്തുന്ന CNAG പരിശോധന കഴിഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയിലും ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസിക്കും പിന്നെ അതിൽ അന്വേഷണം നടത്താൻ പറ്റത്തില്ല എന്നുള്ളൊരു ഭരണഘടനാപരമായിട്ടുള്ള നിയമമുണ്ട്. അതിനെയും കൂടെ അതിലംഘിച്ചുകൊണ്ടാണ് വന്നത്. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി പറഞ്ഞത്, നിങ്ങൾ ഇത് വന്നിരിക്കുന്ന എന്തിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? FTR ചട്ടം ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടില്ല, പിന്നെ നിങ്ങളുടെ തൊഴിൽ കൂടെ എന്തിനാണ്, പിന്നെ നിങ്ങൾ എന്തിനു വന്നു എന്നുള്ള മുഖത്ത് നോക്കി ഹൈക്കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് അനിൽ ബോസെ? അതുകൊണ്ടല്ലേ അന്വേഷണത്തിന് സ്റ്റേ കൊടുത്തിരിക്കുന്നത് up to 2 months. അപ്പൊ അനിൽ പറയുന്ന അനിൽ ഇങ്ങനെ കാതടച്ച് കേരള സംസ്ഥാന സർക്കാരിനെ നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ തന്നെ കേന്ദ്ര നേതൃത്വവും നിങ്ങളുടെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും കാട്ടിക്കൂട്ടുന്ന ഈ സംവിധാനത്തിലുള്ള എതിർപ്പും അതിന്റെ പ്രവർത്തികളെ കുറിച്ചും അതെല്ലാം വേറെ വേറെ കേസുകളാണ് റജി. എന്തായാലും ഞാൻ റജി പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. എന്തായാലും ഇനി PR ശിവശങ്കറിലേക്കും അഡ്വക്കേറ്റ് അനിൽ ബോസിലേക്കും തിരിച്ചെത്താം. സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് റജി ഞാൻ ഇടപെടുന്നത്. ഇടവേളയിലേക്ക് ജനം ഡിബേറ്റ് അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. ശ്രീ PR ശിവശങ്കർ, എന്തായാലും രാഷ്ട്രീയമായി അന്വേഷണ ഏജൻസികളെ നേരിടാൻ തന്നെയാണ് CPM-ൻ്റെയും LDF-ൻ്റെയും തീരുമാനം. അതവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ED ആയാലും ഏത് അന്വേഷണ ഏജൻസി ആയാലും കല്ലെറിഞ്ഞ് ഓടിക്കാനുള്ള ഒരു അമർഷം, പ്രതിഷേധമൊക്കെ ഇപ്പോൾ CPM-നുണ്ട്, സംസ്ഥാന സർക്കാരിനും ഉണ്ട്. പക്ഷെ മുഖ്യമന്ത്രി ആ നിലയിൽ അത് പ്രകടിപ്പിക്കുന്നില്ല, ആ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കോടിയേരിയുടെ വീട്ടിൽ ED-യെ പൂജപ്പുര പോലീസ് വന്ന് തടഞ്ഞതുപോലുള്ള കാഴ്ചകൾ ഇനിയും ആവർത്തിക്കുമെന്ന് ചുരുക്കം. ഇതൊരു തുറന്ന ഏറ്റുമുട്ടലിലേക്കാണോ പോകുന്നത്? തീർച്ചയായിട്ടും തുറന്ന ഏറ്റുമുട്ടലിലേക്ക് തന്നെ പോവേണ്ടി വരും. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ സംസ്ഥാനത്ത് നമ്മൾ ഇതുവരെ കണ്ട അതുപോലെ ഒരുപക്ഷെ ലൈഫിൻ്റെ കാര്യത്തിലായാലും സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഖുറാൻ കള്ളക്കടത്തിൻ്റെ കാര്യത്തിൽ, ഈത്തപ്പഴം കള്ളക്കടത്തിൻ്റെ കാര്യത്തിൽ, ലൈഫ് പദ്ധതിയുടെ കാര്യത്തിൽ, ബിസിനസ്സിൻ്റെ കാര്യത്തിൽ, മൊബിലിറ്റിയുടെ കാര്യത്തിൽ, ഇതിലെല്ലാം അഴിമതിയുണ്ട്, തട്ടിപ്പുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ കൂടുതൽ കുറച്ചുകൂടി വലിയ കാര്യങ്ങൾ കൂടി തട്ടിപ്പ് വരുന്നുണ്ട്. അതിൽ സംസ്ഥാനത്തെ പല ബാങ്കിങ് ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ പ്രൈവറ്റ് ബാങ്കിങ്ങിനൊക്കെ ഇത്തരത്തിൽ സഹായമുണ്ട്. അത് ഇവിടെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നടന്ന പല റെയ്ഡുകളും, അത് കേരളത്തിലെ പുതിയതായിട്ട് വരുന്ന വിമാനത്താവളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി അടക്കം എല്ലാം മുഖ്യമന്ത്രിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്കറിയാം ഈ ടേം കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വാസസ്ഥലം ഒരുപക്ഷെ ക്ലിഫ് ഹൗസ് ആയിരിക്കില്ല, തിരുവനന്തപുരത്ത് തന്നെയുള്ള സർക്കാരിൻ്റെ മറ്റു പല സ്ഥാപനമായിരിക്കുമോ എന്ന് അദ്ദേഹത്തിന് വലിയ സംശയമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു തെറ്റായ രീതിയിലുള്ള പ്രവണതകൾ കാണിക്കുന്നത്. ഞാൻ അതിന് കടക്കുന്നതിന് മുൻപ്, രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, റെജി ലൂക്കോസ് അദ്ദേഹം പറയുന്നത് പോലെ എൻ്റെയും സുഹൃത്താണ്, നല്ല ഒരു വാഗ്മിയാണ്. അദ്ദേഹം കാര്യങ്ങൾ തുറന്ന് കുറച്ചുകൂടി പഠിക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹം എനിക്കെതിരെ അല്ലെങ്കിൽ BJP-ക്കെതിരെ ഉന്നയിച്ച 2 ആരോപണങ്ങൾക്ക് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരല്പം സമയം എടുക്കുള്ളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അത് റെജിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സംസ്ഥാനത്തെ K-ഫോൺ പദ്ധതിയെക്കുറിച്ചാണ് അദ്ദേഹം വളരെ ഉന്നതമായ രീതിയിൽ സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം മറ്റൊരു ആരോപണം ഉന്നയിച്ചത് റിലയൻസിനെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരും BJP-യും ഇത്തരത്തിൽ K-ഫോണിനെ തകർക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഈ റിലയൻസിനെ സഹായിക്കുന്നത്? റെജി മനസ്സിലാക്കണം, ഇത് കേൾക്കുന്ന സാധാരണ ജനങ്ങളും മനസ്സിലാക്കണം. റിലയൻസിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബർ ലേ ചെയ്യുവാനായിട്ട് നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേരളത്തിൽ എല്ലായിടത്തും ലേ ചെയ്യുന്നുണ്ട്. ഇതിനെ സഹായിക്കുവാൻ സംസ്ഥാന സർക്കാർ വേറെ ഒരു കേരള ഏജൻസിയെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസിയെയോ ഒരു കമ്പനിയോ ഏൽപ്പിച്ചിട്ടുണ്ട്. റെജിക്ക് അതറിയാമോ? KEL എന്നാണ് ആ കമ്പനിയുടെ പേര്. കേരളത്തിൽ PWD-യിലും KSEB-യിലും എവിടെയെല്ലാമാണോ റിലയൻസിന് ഈ കേബിൾ ലേ ചെയ്യേണ്ടത് അതിൻ്റെ സാങ്ഷൻ എടുത്തു കൊടുക്കുവാനും സഹായിക്കുവാനും നിയമപരമായി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനും KEL എന്ന ഓർഗനൈസേഷനാണ് എത്തിച്ചിട്ടുള്ളത്. അതിന് കോടിക്കണക്കിന് രൂപ KEL-ഉം വാങ്ങിച്ചിട്ടുണ്ട്, വേറെ പലരും വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളും പുറമേ വരുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ മറ്റൊരു സ്വപ്ന പദ്ധതിയായ K-ഫോണിനെ സഹായിക്കാനാണെങ്കിൽ എന്തിനാണ് അതിൻ്റെ കോമ്പറ്റേറ്ററെയും നിങ്ങൾ ഇപ്പുറത്ത് സഹായിക്കുന്നത്?
അപ്പോൾ ഇതിൽ തന്നെ ഒരു വാസ്തവ വിരുദ്ധമായ അല്ലെങ്കിൽ അസ്വാഭാവികതയുണ്ട്. നിങ്ങൾ ഒരു തരത്ത് കെ ഫോണിനെ ഇപ്പുറത്ത് ഉയർത്തിക്കാട്ടുന്നു, അപ്പോൾ തൊട്ടടുത്ത് തന്നെ റിലയൻസിനെ സഹായിക്കുവാനായി, അതിൻ്റെ ലേയിങ്ങിനെ സഹായിക്കുവാനായി KEL പോലുള്ള ഒരു പദ്ധതിയെ നിങ്ങൾ അതിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നു. ഇത് ഒരു കാര്യം. രണ്ട്, താങ്കൾ കെ ഫോണിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ 1300 കോടി എങ്ങനെയാണ് 1500 കോടിയായത്, അല്ല 1030 കോടി എങ്ങനെയാണ് 1500 കോടിയായത്, ആ തട്ടിപ്പുകൾ, അതിൻ്റെ കണക്കുകൾ നമ്മളെല്ലാവരും ചിന്തിച്ച് ചർച്ച ചെയ്ത കാര്യമാണ്. അവിടെ അടുത്ത ഒരു പ്രധാന പ്രശ്നം, നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമായ ബെല്ലാണല്ലോ കൺസോർഷ്യം എന്ന്. പക്ഷേ അവിടെ എങ്ങനെയാണ് റെയിൽവെയർ കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി വരുന്നത്? അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിൻ്റെ ഡയറക്ടർ ആരാണ്? അതിൻ്റെ ഡയറക്ടർ രാഘവൻ മധുസൂദനൻ എന്നുള്ള ഒരാളല്ലേ? ഈ രാഘവൻ മധുസൂദനൻ തന്നെയല്ലേ SRIT എന്നുള്ള ഈ കെ ഫോണിൻ്റെ ഒരു കൺസോർഷ്യത്തിൻ്റെ മറ്റൊരു ഡയറക്ടർ? അപ്പോൾ അദ്ദേഹം തന്നെയാണ് രണ്ട് കമ്പനി ഡയറക്ടർ. എന്നിട്ട് ബെല്ലിനോട് കൂടി ചേർത്തുകൊണ്ട് റെയിൽ നെറ്റ്വർക്ക് എക്സ്പ്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി, അത് റെയിൽവേ ഗവൺമെൻറ്റിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ് ആണെന്ന് തെറ്റായി കാണിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മൂന്നാമത്തെ കമ്പനി ഉണ്ടാക്കി. ഇതേ ആൾ തന്നെയാണ് ULCCയുടെ ഡയറക്ടറും. അപ്പോൾ ഏതാണ്ട് കഥ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ULCCയും റെയിൽവെയറും SITയും ശോഭ റിലയൻസസ് ഇൻഫോർമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ഈ കമ്പനിയും തമ്മിലുള്ള ഒരു തട്ടിപ്പ് കമ്പനിയെ കൊണ്ട് കെ ഫോൺ ഉണ്ടാക്കുന്നു. നിങ്ങൾ 90% വർക്ക് ചെയ്യുന്നു പറയുന്നു. ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ഇവിടെ കേബിൾ ലൈൻ ചെയ്യുന്നത്, ഇത് വരുമോ ഒന്നും അറിയില്ല. എന്നിട്ട് റിലയൻസിനെ തകർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം പറയുമ്പോൾ ഇതിനെക്കുറിച്ചും അന്വേഷിക്കണം. ബെല്ലിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരും ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അന്വേഷിക്കണം. ഞങ്ങൾ കോടതിയിൽ പോവുകയാണ്, ഞങ്ങൾ CBIക്ക് കത്തെഴുതുകയാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ എഗ്രിമെൻ്റ് അടക്കം പുറത്തു വരണം. എന്തുകൊണ്ടാണ് റെയിൽ നെറ്റ്വർക്ക് എക്സ്പ്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കള്ള കമ്പനിയെ വെച്ചുകൊണ്ട് ആ കമ്പനി എന്തുകൊണ്ട് ഈ ടെക്നിക്കൽ സർവേ പോലും നടത്താത്ത, അതിനേക്കാൾ 500 കോടി കൂടുതൽ കൊടുത്ത ഈ ടെൻഡറിൽ എങ്ങനെ ഭാഗമായി എന്നുള്ളതും അന്വേഷിക്കണം. അപ്പോൾ രണ്ട് തട്ടിപ്പുകൾ അവിടെയുണ്ട്. അത് രണ്ടും താങ്കൾ കണ്ടില്ല എന്ന് പറയുന്നു. എനിക്ക് അതിനേക്കാൾ വിഷകരമായി തോന്നിയത്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളിലും ഇത്തരത്തിൽ രാഷ്ട്രീയമായി പറയുന്നതിന് പകരം താങ്കൾ ഇത്തരത്തിൽ ടെക്നിക്കലി ചിന്തിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ നിയമപരമായി ചിന്തിക്കണം. അവിടെയാണ് സംസ്ഥാന സർക്കാർ കൂടുതൽ ഭയക്കുന്നത്. കേരളത്തിൽ കെ ഫോൺ മാത്രമല്ല, ഇത്തരത്തിലുള്ള സകല പദ്ധതികളും ഒരാലുങ്കൽ സൊസൈറ്റിയിലേക്കും പോകുന്നു. അവിടെയാണെങ്കിൽ എനിക്കറിയാം, എൻ്റെ കോൺഗ്രസ് സുഹൃത്തും യാതൊന്നും പറയില്ല. കാരണം കഴിഞ്ഞ തവണ അത് UDF മന്ത്രിസഭ പോയപ്പോഴും 699 കോടി രൂപയാണ് അവർക്ക് ഒരു ടെൻഡറും ഇല്ലാതെ കൊടുത്തത്. അത് ടെക്നിക്കൽ റോഡ് പണിയാണെങ്കിലും IT വർക്കാണെങ്കിലും അതിനെക്കുറിച്ചും അന്വേഷണം വേണം. കാരണം ഊരാലുങ്കൽ നടത്തുന്ന പല വർക്കുകളിലും വലിയ കമ്മീഷൻ കേരളത്തിലെ UDFനും കേരളത്തിലെ LDFനും പോകുന്നുണ്ട്. അത് കേരളത്തിലെ ചില പ്രൈവറ്റ് ബാങ്കുകൾ നിക്ഷേപിക്കുന്നുണ്ട്. അതുകൂടാതെ കേരളത്തിലെ തന്നെ സെക്രട്ടേറിയറ്റിലെ ഒരു സൊസൈറ്റിയിലും ഈ പണങ്ങൾ പോകുന്നുണ്ട് എന്ന് EDക്കും അറിയാം, ബുദ്ധിയും ബോധവുമുള്ള കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം. അന്വേഷണം കൂടുതൽ വരികയാണ്. അത് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്. അവസാനമായി റെജി ലൂക്കോസ്, എന്തെങ്കിലും ഇക്കാര്യത്തിൽ മറുപടി പറയാനുണ്ടോ താങ്കൾക്ക് പെട്ടെന്ന്? അല്ല, മറുപടി പറയാനായിട്ട് ധാരാളമുണ്ട്. സമയം അനുവദിക്കാത്തതുകൊണ്ട് മാത്രം ഞാൻ ചുരുക്കി പറയാം. അതായത് പ്രിയപ്പെട്ട ശിവശങ്കരന്റെ മോഹങ്ങളൊന്നും കേരളത്തിൽ വിലപ്പോകത്തില്ല. അത് ത്രിപുരയിലും ബംഗാളിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മിസോറാമിലും ഗോവയിലും രാജസ്ഥാനിൽ പ്രയോഗിക്കാൻ നടന്നില്ല. നടക്കുന്ന സാമ്പത്തിക അട്ടിമറിയിലൂടെ ജനാധിപത്യ തകർത്തൊന്നും ശിവശങ്കര ഒരു മോഹവും കേരളത്തിൽ നടക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട് കേരളത്തിലെ ഒരു കാളവണ്ടി യുഗത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ട് കേരളത്തിനെ തകർത്ത് തരിപ്പണമാക്കി നിങ്ങൾക്ക് അധികാരത്തിലേറാനുള്ള. അല്ല, അതൊക്കെ രാഷ്ട്രീയമാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ കെ ഫോണിൽ അടക്കം അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ സാങ്കേതിക വാദങ്ങൾ താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. കാരണം കെ ഫോണിനെ കുറിച്ച് ശിവശങ്കർ പറയാം, ഞാനും അത് പഠിച്ചിട്ടുണ്ടെന്ന് അത്യാവശ്യം. കെ ഫോണിനെ കുറിച്ചുള്ള എന്റെ വാദഗതികൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നീട്ടി പറയാൻ സമ്മതിക്കാത്തതാണ് ചുരുക്കമായിട്ട് പറഞ്ഞത്. കെ ഫോൺ റിലയൻസിന്റെ മുകേഷ് അംബാനിയുടെ ഒരു പരവതാനി വിരിച്ചുകൊണ്ട് തട്ടിമറിക്കാൻ റിലയൻസിന്റെ ലേയിങ്ങിന് KELന് സാങ്ഷൻ കൊടുത്തിട്ടുണ്ടോ? അതായത് KEL റിലയൻസിന് മാത്രമല്ല കോൺട്രാക്ട് ഉള്ളത്. 4,60,000 കുട്ടികൾക്ക് റിലയൻസിന് കൊടുത്തിട്ടുണ്ടോ? അത് ഞാനത് പറയട്ടെ. അല്ല, നമുക്ക് സമയമില്ല. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പെട്ടെന്ന്. എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. അല്ല, ഒരു മിനിറ്റിൽ നമുക്ക് അവസാനിപ്പിക്കണം. റിലയൻസിന്റെ സാങ്ഷൻ മേടിച്ചെടുക്കുന്ന KEL ആണോ?
അല്ലല്ല, ഞാൻ പറയുന്നത് ശിവശങ്കരെ, ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് അല്ല, അങ്ങോട്ട് ചോദിക്കാൻ സമയമില്ല റജി, അങ്ങോട്ട് ചോദിക്കാൻ സമയമില്ല. ഇങ്ങോട്ട് ചോദിച്ചതിന് മറുപടി ഉണ്ടോ? 4,40,000 വിദ്യാർത്ഥികൾക്ക് സൗജന്യ വൈഫൈ കണക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞ് കേരളത്തിലെ തെരുവോരങ്ങളിൽ കേരള സർക്കാരിന്റെ അനുമതിയോടുകൂടി കേബിൾ വലിച്ച് കേരളത്തിലെ തട്ടിപ്പ് നടത്തിയ ഈ ജിയോ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ എന്തായാലും സമയം തീർന്നതുകൊണ്ട് മാത്രം ഞാൻ ഇടപെട്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വാളയാറിൽ എത്താതിരുന്ന ബാലാവകാശ കമ്മീഷനാണ് കോടിയേരിയുടെ വീട്ടിലേക്ക് പറന്നെത്തിയത്. ഇത്തരം ഇടപെടലുകൾ ഇനിയും ഒരുപക്ഷെ പ്രതീക്ഷിച്ചേക്കാം. എന്തായാലും തിങ്കളാഴ്ച കസ്റ്റംസ് മന്ത്രി KT ജലീലിനെ ചോദ്യം ചെയ്യുകയാണ്. സത്യം കണ്ടെത്തിയേ പറ്റൂ. നമുക്ക് കാത്തിരിക്കാം. ജനറൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.